വിജ്ഞാനദായകനേ, നിന്നെ പൂർണ്ണമായി അറിയാൻ ഈ അറിവാലെ നിറയാൻ, നിന്നെ പൂർണ്ണമായി അറിയാൻ ഈ അറിവാലെ നിറയാൻ, നിറഞ്ഞ അറിവിൽ വളരാൻ ഈശ്വര കൃപയാൽ നിറയാൻ വെളിച്ചം പകരണമേ, വെളിവു നിറയ്ക്കണമേ, വിവേകമേ വിജ്ഞാനദായകനേ. തിരുമേനി സെന്റ് ആന്റണീസ് സൺഡേ സ്കൂളിന്റെ പുതിയ അധ്യയന വർഷ പ്രവേശനോത്സവം ഇടവക വികാരി ഫാദർ ജോർജ് എളുക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ അഗസ്റ്റിൻ ഈറ്റക്കൽ ചടങ്ങിൽ സാന്നിധ്യം വഹിച്ചു. സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ പ്രിൻസ് ചെമ്പരത്തിക്കൽ, ജോജോ പാറേക്കാട്ടിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും പങ്കെടുപ്പിച്ച പ്രവേശനോത്സവം ആവേശകരമായി നടന്നു. നിങ്ങൾക്ക് ഈ സെന്റ് ആന്റണീസ് സൺഡേ സ്കൂളിലേക്ക് കൃത്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. അതേപോലെ തന്നെ 2ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കാൻ വന്നിരിക്കുന്ന എല്ലാ കുട്ടികളെയും ഒത്തിരി സ്നേഹത്തോടെ ഈ പുതിയ സൺഡേ സ്കൂൾ വർഷത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ്. വീണ്ടും ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന എല്ലാ മതാധ്യാപകരും നമുക്കറിയാവുന്നവരാണ്. വെളിച്ചം പകർന്നു കൊടുക്കുന്നവർ. അവർ നിങ്ങളോടൊപ്പം ഉണ്ടാവും. അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അവർ പറയുന്ന കാര്യങ്ങളനുസരിച്ചാണ് പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും മുമ്പിൽ നിങ്ങൾ പ്രീതിയും വളർന്നു വരാൻ പോകുന്നത്. ഇപ്പോൾ എല്ലാ മതാധ്യാപകരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ കുട്ടികളെ ദേവാലയത്തിലേക്ക് വിശ്വാസ പരിശീലനത്തിനായിട്ട് പറഞ്ഞയക്കുന്ന എല്ലാ മാതാപിതാക്കളെയും, ഇവിടെ വന്നിട്ടുള്ളവരെയും അല്ലാത്തവരുമായിട്ടുള്ള എല്ലാ മാതാപിതാക്കളെയും ഒത്തിരി സ്നേഹത്തോടെ ഈ 2026-27 വർഷത്തെ സൺഡേ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ അനുഭാവം കാണിച്ചാൽ സൺഡേ സ്കൂളും അതേപടി അനുഭവപ്പെടും. നിങ്ങൾ ജാഗ്രതയായിട്ട് നിന്നാൽ ഇങ്ങനെയാകും. നിയമവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ദൈവത്തിൻ്റെ വചനം ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും വചനമാണ്. ആ വചനം നിങ്ങളുടെ വീടിൻ്റെ കട്ടളപ്പടിയുമേൽ എഴുതി വെച്ചിരിക്കണം. പഴയ നിയമത്തിലെ ആദ്യത്തെ മതാധ്യാപകരായിട്ട് മാതാപിതാക്കൾ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അത് വായിക്കുമ്പോൾ ആ കുട്ടികൾ ആ കൽപ്പനയിൽ പഠിച്ചു തുടങ്ങുകയാണ്. വീണ്ടും ആ മാതാപിതാക്കളോട് കുട്ടികളെ വിശ്വസിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ കൈത്തന്റെ വാച്ചിന് പകരമായിട്ട് ഈ വചനം പോർച്ചുഗലിൽ എഴുതിയിട്ട് അവരുടെ കൈത്തണ്ടയിൽ കെട്ടിവെച്ചിരിക്കണം എന്ന് പറഞ്ഞു. അത് മതബോധനത്തിൻ്റെ തുടക്കം നമ്മൾ അവിടെയൊക്കെ കാണുന്നത്. വീണ്ടും പറയുന്നുണ്ട്, ഈ വചനം നിങ്ങളുടെ നെറ്റിത്തടത്തിൽ എഴുതി വെച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ഈശോയുടെ മുമ്പിൽ നിന്ന് ഈ കൽപ്പന പാലിക്കണം അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ട് വീടിൻ്റെ പ്രധാന വാർഡിൽ നിന്നാണ് അവർ പുറത്തേക്ക് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ ആ വാതിൽ കിടക്കുമ്പോൾ ആ വാതിലിൽ ഈ തിരുവചനം അവിടെ കിടപ്പുണ്ട്. നിങ്ങൾ ഈ വചനത്തിനനുസരിച്ചായിരുന്നു പുറത്തു പോയപ്പോൾ സംസാരിച്ചിട്ടുള്ളത്, പ്രവർത്തിച്ചിട്ടുള്ളത് എന്നൊക്കെ നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട്. കൈത്തണ്ടയിലുള്ള വചനം അത് ആരുടെ കൈത്തണ്ടയിലാണോ എഴുതിയിരിക്കുന്നത് അവർക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞാൽ അവർ ഇടയ്ക്കിടയ്ക്കൊക്കെ ആ കൈത്തണ്ടയിൽ നോക്കണം. ഈ വചനത്തിനനുസരിച്ചാണോ ഞാൻ അവിടെ ചെന്നപ്പോൾ
സംസാരിച്ചത്, ഞാൻ ചിന്തിച്ചത്, ഞാൻ ഇടപെട്ടത്, ഞാൻ പ്രവർത്തിച്ചത്, ഇതാണ് വിശ്വാസത്തിന്റെ ശീലം. ഇനി നെറ്റ് ന്യൂ ജനറേഷനുകൾക്കിനി ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ. ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, നിയർ ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.